നിങ്ങൾ ചോദിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും സാധിക്കുമെന്ന് ഈശോ പറയുന്നു. അവിടെ ആ 25-ാം തിരുവചനം ശ്രദ്ധിക്കുക, നല്ലതാ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. കണ്ടോ? പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തു ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ബേസിക് കണ്ടീഷനും കൂടി ഇവിടെ ഈശോ സൂചിപ്പിക്കുന്നുണ്ട്. ആരോടും മനസ്സിൽ വെറുപ്പും വൈരാഗ്യവും ഉണ്ടാകാൻ പാടില്ല. അതെടുത്ത് കളഞ്ഞിട്ട് പ്രാർത്ഥിച്ചാലേ കർത്താവ് കേൾക്കത്തുള്ളൂ. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ തന്നെ ഇല്ലേ, മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റുകൾ ക്ഷമിക്കണമേ. നമ്മളറിയാണ്ട് ഈശോയോട് പറയാണ്, ഈശോയെ ഞങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ തെറ്റുകൾ നീ ക്ഷമിക്കേണ്ട എന്ന് പറയാണ് അറിയാതെ ഈ പ്രാർത്ഥനയിലൂടെ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറാകണം. ആരോട് ശത്രുത പുലർത്താൻ പാടില്ല. പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകേണ്ട ബേസിക് കണ്ടീഷനാണ് പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി അവസരം സൃഷ്ടിക്കണമെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടി ഈ തിരുവചന ഭാഗം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്.